പ്രിയ പൈതങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും തുടർന്നും പ്രാർത്ഥിക്കാം. सुनाई नहीं दे रहा है। സൗണ്ട് വരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. प्रियो को भी याद करके हम प्रार्थना करेंगे, परमेश्वर को आशीष दे। പ്രശ്ന സങ്കീർണമായ ഒരു മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അവർക്ക് ആവശ്യം. जो है समस्या होने वाले जगह में से वो लोग अपना जो काम कर रहे हैं, इसीलिए हमारी प्रार्थना उनको जरूरत है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന ആമേൻ അവർക്ക് അവരുടെ ശുശ്രൂഷയ്ക്കും അവരുടെ കുടുംബത്തിനെല്ലാം അനുഗ്രഹപ്രദമായി തീരട്ടെ. हमारी प्रार्थना उनके सेवकाई के लिए, उनके परिवार के लिए जो है सहायक पूर्वक हो। ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आज आए हुए सभी लोगों को प्रभु यीशु मसीह के नाम से प्रेम भरा हुआ सलाम। ആമേൻ. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ, ആമേൻ, ദൈവദാസിമാരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. शेष जो परमेश्वर के दास और दासियों को प्रभु के नाम से मैं स्वागत करता हूँ। ചില പുതിയ ആമേൻ ആളുകളും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कुछ नए लोग भी हमारे साथ जुड़े हैं, इसलिए परमेश्वर को मैं धन्यवाद देता हूँ। എങ്കിലും എല്ലാവരെയും കാണാൻ കഴിയത്തില്ലെങ്കിലും ആമേൻ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. सभी लोग को देखने नहीं होगा तो भी सभी लोग को लेके मैं धन्यवाद देता हूँ। ഞാൻ രാവിലെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എനിക്കിവിടെ എന്റെ ഈ ലാപ്ടോപ്പില് 49 പേരെ എനിക്ക് കാണാൻ പറ്റും. कल मैं सोच रहा था कि मैं मेरे लैपटॉप में जो है 49 लोगों को मैं देख सकता हूँ, പക്ഷെ ഞാൻ ഇന്ന് എണ്ണി നോക്കിയപ്പോ ഒരു 10 പേരേ ഉള്ളൂ. परंतु आज मैं गिन के देखा तो सिर्फ 10 लोग ही है। അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ലാപ്ടോപ്പിന്റെ കുഴപ്പമാണോ അതോ എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. तो मैं सोच रहा था कि ये मेरा जो है लैपटॉप का प्रश्न है क्या, या मेरे आंखों का प्रॉब्लम है क्या, मैं सोच रहा था। എന്തായാലും പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. परंतु आज सुबह के समय परमेश्वर ने जो अनुग्रह दिया हमें एक साथ इकट्ठा होने के लिए और प्रार्थना करने के लिए, परमेश्वर को धन्यवाद देता हूँ। നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आप लोग की परिस्थितियों के अनुसार इस मीटिंग में जुड़ना और आप लोग जो कर रहे हैं उसके लिए धन्यवाद देता हूँ। നമുക്കറിയാം പല സ്ഥലങ്ങളിലും തണുപ്പും മറ്റു കാലാവസ്ഥയുടേതായ പ്രതികൂലങ്ങളുണ്ട്. हमको पता है कई जगहों में जो है ठंडी और मौसम का सब समस्या है, എങ്കിലും നമുക്ക് അതിരാവിലെ ഇങ്ങനെ കൂടി വന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. तो हम जो परमेश्वर ने जो ये लाया हुआ है, इस परमेश्वर के लिए हम धन्यवाद देते हैं। നിങ്ങൾ വീഡിയോയിൽ ഇരുന്നാലും ഇല്ല എങ്കിലും ദൈവവചനം ശ്രദ്ധിച്ചാൽ നിശ്ചയമായിട്ടും ആ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തും. आप वीडियो ऑन करो या नहीं, लेकिन परंतु परमेश्वर का वचन ध्यान से सुनेंगे तो वचन आपके जीवन में कार्य करेगा। കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടാൽ മാത്രമേ അത് നമുക്ക് വിശ്വാസത്തിന് കാരണമായി തീരത്തുള്ളൂ. क्योंकि परमेश्वर का वचन हम सुनने पर ही वो हमारे लिए विश्वास का कारण बन सकता है। ദൈവവചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ലഭിക്കുന്നത്. परमेश्वर का वचन कहता है विश्वास सुनने से और सुनना परमेश्वर के वचन के द्वारा ही है। അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം വർദ്ധിക്കും. तो जब परमेश्वर का वचन जब सुनने के समय हमारे अंदर विश्वास बढ़ता है, അപ്പോ ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. तो वो विश्वास है जो हमारे जीवन को भी रूपांतर करता है। ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. वो विश्वास हमारे जीवन को कई सारे बदलाव लाते हैं। അപ്പൊ ആ വിശ്വാസം വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മള് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരായി തീരുക. तो विश्वास रहना है तो हम जो है उसे सुनने वाले होने चाहिए। കാരണം വചനം പറയുന്നത് നിങ്ങൾ വചനം കേൾക്കുന്നവരായിട്ടല്ല, പിന്നെയോ അത് പാലിക്കുന്നവരായി അനുസരിക്കുന്നവരായി തീരുക. क्योंकि वचन कहता है तुम सिर्फ सुनने वाले नहीं, उसको पालन करने वाले होना चाहिए। കാരണം നമ്മൾ वचനം കേട്ട് അങ്ങ് നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കത്തില്ല, അത് നമ്മൾ പാലിക്കുമ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. जब भी जो है हम सुनेंगे तो सिर्फ नहीं होगा कार्य, लेकिन जब भी हम उसको मानेंगे तब कार्य पूरा होता है। കാരണം നമ്മൾ ഇതൊക്കെ കേട്ട് അങ്ങ് പോകുമ്പോൾ നമ്മുടെ കണ്ണാടി നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ്. हम जब सुन के जाने ऐसे चले जाते हैं तो मतलब हम हमारे जो है आईने में अपना चेहरा देख के चले गए, वैसा होता है। ഒരല്പം കഴിഞ്ഞ ഉടനെ നമ്മളത് മറന്നുപോകും. कुछ भी देर बाद हम वो भूल जाते हैं।
പക്ഷേ ആമേൻ മറന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മുടെ മുഖത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സംശയം വരും. तो परंतु जो है अगर कुछ बोल दिया हमारे चेहरे के बारे में तो हमें फटक से जो है डाउट होता है। കാരണം നമ്മളെ മുഖത്ത് നോക്കി ഒരു കുറവുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പോയത്. और ये जो है अ, हम जो है आईने में देखा और निश्चय करके हम निकले थे। എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട്. परंतु कुछ देर बाद हम भूल जाते हैं। ദൈവത്തിന്റെ വചനവും നമ്മൾ കേട്ട് കളയുന്നവരായിട്ടല്ല, പിന്നെയോ അത് പാലിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നവരായി തീരാം. तो हमें जो है वो सुनना है और अपने जीवन में उसे पूरा करना है। ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. तो कुछ समय जो है अपने वचन की ओर हमारा ध्यान हम देते हैं। പ്രത്യേകിച്ച് പുതിയ ഒരു വചനമല്ല, നമുക്കെല്ലാം അറിയാമെന്നുള്ള വചനമാണ്. कुछ जो है नया वचन नहीं है, हम सब जानते वाले वचन है। പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. तो आइए हम आज उस वचन की ओर हमारा ध्यान देते हैं। നമുക്കൊരു വാക്യം വായിക്കാം. हम एक वचन पढ़ते हैं। 55 സങ്കീർത്തനം അതിന്റെ 16 വാക്യം. भजन संगीता उसका 55 उसका 16। 55 സങ്കീർത്തനത്തിന്റെ 16 വാക്യം ഒന്ന് വായിക്കാം. भजन संगीता 55 उसका 16 आयत। ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ऐसा पढ़ते हैं, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. परंतु मैं तो परमेश्वर को पुकारूंगा और यहोवा मुझे बचा लेगा। ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. परंतु मैं तो परमेश्वर को पुकारूंगा और यहोवा मुझे बचा लेगा। ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. परमेश्वर को जो है पुकारता है उनको ही परमेश्वर बचा सकता है। ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമേ വിടുതൽ ലഭിക്കത്തുള്ളൂ. तो जो है जो पुकारता है उनको ही वो उद्धार मिलता है। എന്റെ ഒരു സ്നേഹിതനുണ്ട്. मेरे जो है एक दोस्त है। അദ്ദേഹത്തിന്റെ 2 കണ്ണിനും കാഴ്ചയില്ല. तो उनके दोनों आंखों में जो है देख नहीं सकते हैं। അദ്ദേഹം ഇപ്പോഴുള്ളത് പൂനെയിലാണ്. अभी वो पुणे में है। ഇതിനു മുമ്പ് അദ്ദേഹം ഇവിടെ സൈനിലാണ് താമസിച്ചിരുന്നത്. तो हम जो है वे पहले जो है ये साइन में रहते थे यहाँ पर। മാസത്തിൽ 1-2 പ്രാവശ്യം എന്നെ കാണാൻ വേണ്ടി കൊളാബയിൽ വരും. महीने में 1-2 बार मुझे देखने के लिए कोलाबा में आते थे। ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ സൈനിൽ വെച്ച് തനിക്ക് ഒരു വീഴ്ച സംഭവിച്ചു. एक बार से चल के आने समय जो है साइन में उनको एक ऐसा गिरे थे वे। അവിടെ കേബിളിന്റെ കുഴി എടുത്തിട്ടിരുന്ന ആ കുഴിക്കകത്ത് അദ്ദേഹം വീണു. तो वहाँ पे केबल के लिए वो लोगों ने खड्डा खोद के रखा था, तो वे खड्डे में गिर गए। ഇദ്ദേഹത്തിന്റെ 2 കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാ. इनके दोनों जो है आंखों में जो उनको दिखता नहीं है। അതിനകത്ത് വീണതിന് ശേഷം ഇദ്ദേഹത്തിന് ഇതിന്റെ പുറത്ത് വരുവാൻ കഴിയാതെ അദ്ദേഹം വളരെ വിഷമിച്ചു. तो वो जो है वहां से बाहर निकलते हुए बहुत मुश्किल हो रहा था उनको। അദ്ദേഹം അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ പരിശ്രമിച്ചു, ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു, പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. तो जो है कोई भी वो आवाज दे, लेकिन कोई भी वो सुना नहीं। അദ്ദേഹം അതിനകത്ത് കിടന്നുകൊണ്ട് ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ ശബ്ദം കേട്ട് ഒരാൾ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. तो वो जो है वहाँ पे उस खड्डे में उन्होंने गीत गाया, तो उसके अनुसार जो है वो गीत सुन के उनको किसी ने आके बचाया। അദ്ദേഹം മഹാരാഷ്ട്രനാ, പക്ഷെ അദ്ദേഹം പാടിയത് ഒരു തമിഴ് പാട്ടായിരുന്നു. वे मराठी थे, परंतु उन्होंने एक तमिल गीत गाया। അദ്ദേഹം അവിടെ ഈ കുഴിക്കകത്ത് വീണിട്ട് ഇങ്ങനെ പാടി, കലങ്ങാതെ കലങ്ങാതെ കലങ്കാതെ കലങ്കാതെ കർത്തർ ഉന്നെ കൈവിട മാട്ടെ. तो कलंगादे करके गाना है, मतलब चिंता मत कर कि परमेश्वर जो है तुझे छोड़ने वाला नहीं है। ആ പാട്ട് കേട്ടിട്ട് ഒരു തമിഴ് സഹോദരൻ വന്ന് അദ്ദേഹത്തെ അവിടുന്ന് കൈ പിടിച്ച് കരയ്ക്ക് കയറ്റി. वो एक तमिल भाई जो है वो आके सुन के उसने उसको वहां से बाहर निकाला। എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ആമേ നിങ്ങൾ തമിഴാണോ, നിങ്ങൾ തമിഴ് പാട്ട് പാടിയല്ലോ എന്ന് പറഞ്ഞു. और उसने जो है उनका पूछा कि तुम तमिल हो क्या, कि तुमने तमिल गीत गाया। അദ്ദേഹം പറഞ്ഞു, ഞാൻ തമിഴൊന്നും അല്ല, എനിക്ക് തമിഴ് അറിയത്തില്ല, ഞാൻ മഹാരാഷ്ട്രനാ, പക്ഷെ ഈ പാട്ട് പാടിയത് കൊണ്ട് നിങ്ങൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. तो कहा कि मैं तमिल जो है गीत, मैं तमिल नहीं है लेकिन मैं तमिल गीत गाया, लेकिन तुमने आके मुझे बचा लिया। പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം കേട്ടിട്ട് ആ വ്യക്തിക്ക് ആമേൻ ഇദ്ദേഹവും നമ്മുടെ നാട്ടുകാരൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൈ കൊടുത്ത് കരയിൽ കയറ്റി. परंतु वो शब्द सुन के वो जो व्यक्ति जा रहा था, उनको लगा ये हमारा गाँव वाला, ऐसे बोल के आके देखकर उनको हाथ दिया।
ഞാൻ പറഞ്ഞു വന്നത് ആമേൻ ആ ശബ്ദം അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ ആ ഒരു ഭാഷയിൽ ആ ശബ്ദം പുറപ്പെടുവിച്ചത് കൊണ്ട് ആ വ്യക്തി വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. तो है वैसा उनका गीत सुन के वो आके उनको मदद कर पाया। ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. तो जो है वहाँ पे लिखा है कि मैं जो है परमेश्वर को पुकारूंगा, ദൈവം എനിക്ക് ഉത്തരം നൽകി എന്നെ രക്ഷിക്കും. परमेश्वर जो है हमें उत्तर देगा और बचाएगा। ആമേൻ ഈ സങ്കീർത്തനക്കാരന് ഇത്രയും ഉറപ്പ് എങ്ങനെ ലഭിച്ചേ? तो ये जो भजन संगीत वाले को जो है इतना उनको वो निश्चय कैसे मिला? ആമേൻ ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് മറുപടി നൽകുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. तो हमें जो है वो जो है निश्चय हमें मिला है। അദ്ദേഹം ഇതിനു മുമ്പും പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച അനുഭവം ഉള്ളത് കൊണ്ടാണ് ഉറപ്പോടെ പറയുന്നത് ഞാൻ വിളിച്ചപേക്ഷിക്കും. तो वहाँ पे लिखा है उनको पता है कि वो बुलाएंगे तो उनको मिलेगा उत्तर, इसीलिए वो बोला है कि मैं पुकारूंगा। ഇവിടെ തന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് താൻ പറയുന്നത്. तो जो है उनको जो है वो प्रार्थना के बारे में जो है बताया है, കാരണം തന്റെ ജീവിതത്തിന് വിരോധമായി കടന്നു വന്ന പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് क्योंकि उनकी जिंदगी में आया हुआ जो है समस्या और जो है बातों को देखकर അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. तो वे जो परमेश्वर को जो है पुकारते हैं, प्रार्थना करते हैं। ശത്രുക്കൾ അവരെ ചുറ്റും വളഞ്ഞപ്പോൾ और जो है शत्रु जो है उनके आजू बाजू आने के ആ समय ശത്രുവിനെ നശിപ്പിക്കുവാൻ ശത്രുവിനെ തുരത്തി ഓടിക്കുവാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. वो शत्रु को हटाने के लिए, भगाने के लिए परमेश्वर से प्रार्थना करते हैं। പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ഈ സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ तो जो है पुराने नियम में ये भजन संगीता का पुस्तक हम पढ़ने के समय സങ്കീർത്തനത്തിലുടനീളം കാണുന്നത് ശത്രുക്കളെ നശിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളാണ് കാണുന്നത്. तो हम जो है यहाँ पर हम देखते हैं शत्रु को नाश करने के बारे में जो है बताया गया है। എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നത് ശത്രുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനല്ല, പിന്നെയോ അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കാൻ. तो वो शत्रु को नाश करने की नहीं बल्कि उनको उद्धार के मार्ग में लेके आने के लिए वो प्रार्थना करना है। പഴയ നിയമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനയ്ക്ക് അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്. तो देखते हैं कि वो जो पुराने नियम के अनुसार मतलब जो मूसा ने दिया है आज्ञा उसके अनुसार वो लोग करते हैं। ശത്രുക്കളുടെ നാശത്തിനായി ദൈവം അവരെ ന്യായം വിധിക്കുവാൻ വേണ്ടി അവിടെ അവരെ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയും. हम देख सकते हैं कि जो है शत्रु का न्याय के लिए हमें प्रार्थना करते हुए हम देख सकते हैं। എന്നാൽ പുതിയ നിയമത്തിൽ അത് ന്യായമായിട്ട് കാണുന്നില്ല. परंतु हम जो नया नियम में उसको हम देख नहीं पाते हैं। പക്ഷെ പഴയ നിയമ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. परंतु जो है हम देखते पहले पुराने नियम में वो जो है वो अच्छा सही था। കാരണം പഴയ നിയമത്തിലെ ദൈവം കൊടുത്ത കൽപ്പനയ്ക്ക് അനുസരിച്ച് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. तो जो है परमेश्वर ने दिया उसके अनुसार, उस आगे के अनुसार वो भजन संगीता जो लिखा है वो यहाँ पे बोल रहा है, प्रार्थना कर रहा है। കാരണം 35 സങ്കീർത്തനത്തിന്റെ 8 വാക്യം വായിക്കുമ്പോഴും അവിടെ ശത്രുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയും. क्योंकि उसका हम जो है 38 से भी देखते हैं तो वहाँ पे जो है शत्रु को जो उसके लिए प्रार्थना कर रहे हैं। എന്ന് പറഞ്ഞാൽ ശത്രു നശിക്കണം, അവന്റെ നാശം സംഭവിക്കണം എന്നുള്ള പ്രാർത്ഥന. शत्रु नाश होना है, उनका नाश हो जाना है, ऐसा करके जो प्रार्थना कर रहे हैं। എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. परंतु आज सुबह के समय हम प्रार्थना के बारे में ही सिर्फ जो है सोचते हैं जरा। പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥന എന്തെന്ന് പോലും അറിയാതെ പ്രാർത്ഥിക്കാറുണ്ട്. हम कई बार प्रार्थना करते हैं, प्रार्थना क्या है करके नहीं पता नहीं है, फिर भी हम प्रार्थना करते हैं। നമ്മൾ വിശ്വാസത്തിൽ അനേക വർഷങ്ങളായെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ विश्वास में कई साल हो गया करके हम बोलने पर भी നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും പലപ്പോഴും അറിയാതെ പ്രാർത്ഥിക്കാറുണ്ട്. हम कैसे प्रार्थना करना है करके नहीं समझते भी हम प्रार्थना करते हैं। എന്താണ് പ്രാർത്ഥന? क्या है प्रार्थना? നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ TV ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുന്നതും റിമോട്ട് കണ്ടുകൊണ്ട്. हमारे जो है घर में हम जब भी टीवी को जो है कंट्रोल करते हैं वो रिमोट कंट्रोल के साथ है। ഇന്ന് ഒത്തിരി സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. आजकल तो बहुत विज्ञान हुआ है। എന്നാൽ പണ്ടുള്ള കാലങ്ങളിൽ ഈ TV ഓൺ ചെയ്യണമെങ്കിലും ഓഫ് ചെയ്യണമെങ്കിലും അതിൽ തന്നെയുള്ള സ്വിച്ച് പിടിച്ച് തിരിച്ചാലേ പറ്റത്തുള്ളൂ. परंतु पहले तो जो है टीवी ऑन करना है या ऑफ करना है तो उसमें एक स्विच होता है, उसे ही हमें घुमाना होता है। അതിലുള്ള ചാനലുകൾ മാറ്റണമെങ്കിലും അതിന്റെ സ്വിച്ച് തന്നെ പിടിച്ച് തിരിക്കണം. उसमें क्या चैनल भी अगर बदलना है तो उसका जो स्विच पकड़ के हमें होता है। ഇനി അത് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ വീട്ടിന്റെ പുരയുടെ മുകളിൽ ഒരു ആന്റിനയും കൂടെ ഫിറ്റ് ചെയ്യണം. और अगर वो सही से मिलना है तो घर के ऊपर जो है एक एंटीना भी हमें फिट करना होता है।
അപ്പൊ ഒരാള് മേളിൽ കയറി ആരിനെ പിടിച്ച് തിരിച്ചാൽ മാത്രമേ ചാനലുകളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. तो एक जन जो है ऊपर के जो एंटीना को ठीक से करेगा तो ही मिलेगा। ആ പ്രൈസ് ലോർഡ്. അവിടെ ഒരാള് മേളിലിരിക്കും, ഒരാള് താഴെ നിന്നിട്ട് ഡയറക്ഷൻ കൊടുക്കും, ആമേൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. तो एक व्यक्ति ऊपर रहता है, एक व्यक्ति नीचे रह के जो है उसको डायरेक्शन देता है, ആ, ऐसा करो करके। ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ആമേ ബട്ടൺ അമർത്തുമ്പോൾ മാറി മാറി വരും. आज वो सब करने की जरूरत नहीं है, हम एक जगह रह के जो है बटन बटन दबाएंगे तो वो हो जाएगा। നമ്മൾ ഇവിടെ ഇരുന്നും കൊണ്ട് ആമേൻ ഒരു ബട്ടൺ അമർത്തുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ അമേരിക്കയിലോട്ട് പോകും. हम यहाँ पर होके बटन दबाएंगे तो महाराष्ट्र से डायरेक्ट जो है अमेरिका में जा सकता है। ആ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോകണമെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്ന് ബട്ടൺ അമർത്തിയാൽ മതി, നമ്മൾ അവിടെ ഉടനെ എത്തിച്ചേരും. तो हम जो है दुनिया के कोई भी कोने में हो, सिर्फ बटन दबाने से जो है जो काम करना है वो हो जाएगा। എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒന്ന് സ്വിച്ച് അമർത്തുമ്പോൾ നമുക്ക് എവിടെ എത്തിച്ചേരണമോ അല്ലെങ്കിൽ എവിടെയുള്ള കാര്യങ്ങൾ അറിയണമോ അവിടെയുള്ളത് അറിയാൻ കഴിയും. तो हम जहाँ पर ही बैठे हैं, हम जो एक स्विच दबाने से हम जहाँ कहाँ क्या हो रहा है उसके बारे में पता चलता है। ഇന്ന് അത് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ആയപ്പോ നമ്മുടെ മൊബൈലിൽ കാര്യങ്ങളെല്ലാം വന്നു. तो अभी जो है वो और विज्ञान होने के समय वो हमारे मोबाइल में आ गया। ആ ലോകം മൊത്തം നമ്മുടെ മൊബൈലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. वो जो है दुनिया पूरा अभी हमारे जो है मोबाइल में हो गया है। എന്ത് വേണമോ ഒന്ന് പറഞ്ഞാൽ മതി, ഉടനെ അവരത് നമുക്കത് കാണിച്ചു തരും. तो क्या चाहिए हम बस बोलना है, वो हमें दिखा देंगे। ആ പണ്ടൊക്കെ ഇങ്ങനെ അമർത്തുകയും തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നൊന്ന് പറഞ്ഞാൽ മതി. पहले जो है दबा कर करके जो करने का, अभी जो है सिर्फ बोलने से जो है हो जाएगा। ഒന്ന് കൈയടിച്ചാൽ മതി, ലൈറ്റ് കത്തും. तो एक ताली बजाएंगे तो वहां पे जो है लाइट आ जाएगा। ഒന്ന് കൈയടിച്ചാൽ മതി, ഫാൻ കറങ്ങും. ताली बजाने से फैन चालू होगा। അപ്പോ എല്ലാം മാറി 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 വന്നുകൊണ്ടിരിക്കുക. तो सब कुछ बदल बदल के ऐसे होते आ रहा है। പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല. पर परंतु हमारे आत्मिक जीवन के लिए सिर्फ एक बात में बदलाव नहीं है। നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല. हमारे प्रार्थना के लिए सिर्फ एक बदलाव नहीं आया है। നമ്മുടെ പ്രാർത്ഥന ഇപ്പോഴും പഴയ പ്രാർത്ഥനയാണ്. हमारा प्रार्थना अभी भी जो है पुराना प्रार्थना है। ആമേൻ. പണ്ട് എങ്ങനെ പ്രാർത്ഥിച്ചോ അത് തന്നെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. पहले जैसे प्रार्थना करते थे वही उसी सिस्टम से या उसी अनुसार हम अभी भी प्रार्थना कर रहे हैं। ഈ ദിവസങ്ങളിൽ അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. उसके लिए इन दिनों में हमारे जिंदगी में एक बदलाव की जरूरत है। ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? शिष्यों ने एक बार यीशु मसीह से पूछा कि कैसे प्रार्थना करना है। കാരണം അവർ അവർ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. क्योंकि उन्होंने एक बात समझा था। യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. यूहन्ना जो है अपने शिष्यों को प्रार्थना करने के बारे में सिखाया। യേശു മാത്രം ഞങ്ങളെ പഠിപ്പിച്ചില്ല. यीशु मसीह हमें नहीं सिखाया। ആമേൻ. യേശു അവിടെ ഒരു ഉദാഹരണം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. यीशु मसीह वहां पे उनके लिए एक उदाहरण उनको बताते हैं। പ്രാർത്ഥിക്കേണ്ട ഒരു രീതി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. प्रार्थना करने का एक जो तरीका है उनको बताया। ആ പ്രാർത്ഥനയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. तो प्रार्थना में क्या सब होना चाहिए करके बताया। അത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. तो कैसे प्रार्थना करना है करके बताया। പക്ഷെ ഇന്നും അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. परंतु आज भी लोग जो उसका नहीं समझते हुए उसके लिए जो है प्रार्थना करते हैं। പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. जो है प्रिय लोगों, प्रार्थना के लिए एक शक्ति है। നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ കഴിയും പ്രാർത്ഥന മൂലം. हम जो है पूरी दुनिया को जो है नियंत्रण में कर सकते हैं प्रार्थना के द्वारा। ആമേൻ. ആരെ നമുക്ക് മാറ്റണമോ, ആരെ രൂപാന്തരപ്പെടുത്തണമോ, ആരുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുത്തണമോ നമുക്ക് ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയും. तो हमें जो किसके जीवन में जो बदलाव लाना है और क्या करना है करके अगर हम यहाँ बैठ के हम प्रार्थना करते तो वो होता है। നമ്മുടെ ഭാരതത്തിന്റെ സംവിധാനത്തെ മാറ്റണമെങ്കിൽ ആമേൻ നാം ഇരിക്കുന്ന ഇടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. भारत का जो है संविधान को अगर बदलना है, हम यहाँ रुक के यहाँ बैठ के प्रार्थना करेंगे, परमेश्वर करेंगे। അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ദൈവവചനം നമ്മെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. सबसे बड़ा जो उदाहरण है जो है परमेश्वर का वचन में हम देख सकते हैं। ഒരിക്കൽ ഇസ്രായേൽ ജനങ്ങൾ അമാലേക്യരുമായി വലിയൊരു യുദ്ധം ഏർപ്പെടുവാനിടയായി. एक बार इजराइल के विरुद्ध अमालिया लोग जो है एक युद्ध हुआ था। ഇസ്രായേലിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും യുദ്ധങ്ങൾ ആമെ നടന്നുകൊണ്ടേയിരിക്കും. इजराइल का हम जो है युद्ध देखने समय हमेशा उनकी जिंदगी में जो युद्ध होते रहता है। അവരുടെ ആരംഭം മുതൽ ഇന്ന് വരെയും അവരുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. शुरुआत से लेके अभी तक जो है युद्ध ही हुआ है। ആമേൻ. എന്നാൽ തിരുവചനം പറയുന്നത് परंतु वचन कहता है ഒരിക്കൽ അമാലേക്യരുമായി ഒരു യുദ്ധം നടന്നു. जो है अमालेक के द्वारा जो अमालेक के विरुद्ध एक युद्ध हुआ।
ആ യുദ്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആ യുദ്ധം റിമോട്ട് കൺട്രോൾ കൊണ്ട് യുദ്ധം നടത്തിയത്. मैं तो समझता हूँ कि वो जो युद्ध रिमोट कंट्रोल से हुआ है, അത് അവിടെ നിന്ന് യുദ്ധം ചെയ്തവരുടെ ശക്തിയല്ല, उधर रुक के जो युद्ध किया हुआ उनका शक्ति नहीं, യുദ്ധത്തിന്റെ പിന്നാലെ പ്രവർത്തിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു. युद्ध के पीछे जो काम किया हुआ एक शक्ति था. അന്നത്തെ ജനതയെ നയിച്ചത് മോശയായിരുന്നു ആ ജനത്തെ നയിച്ചു കൊണ്ടുവന്നത്. उन दिनों में जो है उन लोगों को जो है अगुवाई करते मूसा था. അപ്പോ ആ സൈന്യത്തിന്റെ അധിപതിയായി നിന്നത് യോശുവയാണ്. तो वो जो सेना का जो है मुख्य स्थान में जो रुके थे वो यहोशू था. അപ്പോ മോശ യോശുവയോട് പറഞ്ഞു, तो मूसा ने यहोशू से कहा, യോശുവേ നീ യുദ്ധത്തിനായി പൊയ്ക്കോ, यहोशू तुम जो है युद्ध के लिए जाओ, ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് നീയാ, ये जो युद्ध को तुम जो है अगुवाई करना है. ഞാൻ ഇതാ മലയുടെ മേളിലേക്ക് കയറി പോവുക, मैं जो है उस पर्वत के ऊपर जा रहा हूँ. ഞാൻ മലയുടെ മേളിൽ ചെല്ലുമ്പോൾ നീ ഇവിടെ യുദ്ധം ചെയ്യണം. मैं उस पर्वत के ऊपर जाने के समय तुम यहाँ पे युद्ध करना है. മോശ പർവ്വതത്തിലേക്ക് പോയി ഇസ്രയേല് യുദ്ധത്തിനായി കടന്നുപോയി യോശുവയുടെ നേതൃത്വത്തിൽ. मूसा जो है पर्वत के ऊपर जो है गया और यहोशू यहाँ पे जो है युद्ध को अगुवाई करना था. മോശ അവിടെ നിന്നുകൊണ്ട് തന്റെ കരങ്ങൾ ഉയർത്തിയപ്പോൾ ഇസ്രയേല് വിജയം പ്രാപിക്കാൻ തുടങ്ങി. मूसा वहां जो है बैठ के जो वहां रुक के अपना जो हाथों को उठाया और वहां पे इजराइल क्या जीतने लगे. അപ്പൊ മോശ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ റിമോട്ട് അമർത്തുമ്പോൾ ഇവിടെ ഇസ്രയേൽ ജനത്തിന് വിജയം വരിക. तो मतलब मूसा यहाँ पे अपना रिमोट जो है यहाँ पे कंट्रोल करने के समय क्या वहां पर जो है यहोशू जो है वो युद्ध लड़ रहा है. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മോശയുടെ കരത്തിന് ഭാരം കൂടി. कुछ समय बाद जो मूसा है उनका हाथ जो है वो थक गया. ആ സമയത്ത് ഇസ്രയേൽ പരാജയപ്പെടുവാൻ തുടങ്ങി. और वो हाथ में बोझ होने के समय जो है इजराइल क्या है हारते गए. താഴ്വരയിൽ ഏറ്റവും ധൈര്യത്തോടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന് പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകാനിടയായി. जो लोग एकदम युद्ध करके आगे जा रहे थे वो क्या है वो हार होने लगे. മോശയുടെ കൈകൾ താഴുമ്പോൾ ഇസ്രയേൽ പിന്മാറാൻ തുടങ്ങി. और मूसा का हाथ जब भी वो नीचे जैसे जैसे नीचे जा रहा था इजराइल लोग जो है वो हारते जा रहे थे. മോശ കൈ ഉയർത്തുമ്പോൾ ഇതാ ഇസ്രയേൽ ജനങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നു. मूसा अपना हाथ उठाने के समय इजराइल जन जो है वो जो है वो लोग जीत रहे हैं. എന്നാൽ ഈ വിവരം മനസ്സിലാക്കിയത് അഹരോനായിരുന്നു. परंतु ये बात जो समझा था वो आरोन था. അഹരോൻ നോക്കുമ്പോൾ ഇസ്രയേലിൽ വിജയവും പരാജയവുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. आरोन देखा तो जो है इजराइल का जीत और हार ऐसे होते जा रहा है. അഹരോൻ നേരെ മലമുകളിലേക്ക് നോക്കി. आरोन जो है फिर वो पर्वत की ओर देखा. ആ മലമുകളിൽ കയറിയ മോശയുടെ കരത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. वो पर्वत की ओर देखकर वो मूसा का हाथ को एकदम ध्यान से देखा. അപ്പോൾ മനസ്സിലായി മോശയുടെ കരം താഴുമ്പോഴാണ് ഇവിടെ ഞങ്ങൾ പരാജയം അടയാൻ പോകുന്നത്. तब समझा कि मूसा का हाथ जो नीचे होने के समय हम यहाँ पर हारते हैं. അഹരോൻ പെട്ടെന്ന് ഹൂറിനെ കൂടെ വിളിച്ചു. आरोन जो है फिर ऊर को भी साथ में बुलाया. രണ്ടുപേരും കൂടെ നേരെ മലമുകളിൽ കയറി. और दोनों जन जो है वो पर्वत की ओर चढ़ा. രണ്ടുപേരും കൂടെ മലയിൽ കയറിയിട്ട് ഒരു വലിയ കല്ലുരുട്ടി മോശയെ കല്ലിന്റെ പുറത്ത് ഇരുത്തി. पर्वत की ओर चढ़कर जो है मूसा को एक पत्थर के ऊपर बिठाया. എന്നിട്ട് രണ്ടുപേരും രണ്ടു വശത്തായി നിന്നു. और दोनों जन क्या है दोनों आजू बाजू ऐसे रुके. മോശയുടെ രണ്ട് കരങ്ങളും അവരുടെ തോളിൽ വെച്ചു. और मूसा के जो है दोनों हाथों को अपने जो कंधों पर रखे. ഇപ്പൊ മോശ ഇരിക്കുവാൻ ആരംഭിച്ചു. और जो है मूसा वहां पर बैठने लगा. മോശയുടെ രണ്ട് കരത്തിന്റെ ഭാരവും കുറഞ്ഞു. मूसा दोनों हाथ का जो है बोझ भी कम हुआ. ഇപ്പൊ മോശയുടെ കരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഇസ്രായേൽ വിജയത്തിലേക്ക് പോവുകയാണ്. और अभी जो है मूसा का हाथ उठ रहा है और इजराइल जो विजेता हो रहे हैं. ആ യുദ്ധത്തിന്റെ വിജയ രഹസ്യം, तो ये युद्ध का जो है विजय हो प्राप्त करने का जो रहस्य, ആ യുദ്ധം ചെയ്തവരുടെ ശക്തിയോ ബലമോ അല്ല, वो युद्ध किया हुआ उनका शक्ति या बल नहीं है. മലമേളിരുന്ന മോശയുടെ പ്രാർത്ഥനയാണ്. उस पर्वत पर बैठ के जो प्रार्थना मूसा कर रहा था उसके द्वारा. പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മോശ ഇസ്രായേൽ ജനങ്ങളെ നിയന്ത്രിച്ചു അമാലേക്കിനെ പരാജയപ്പെടുത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ, तो अगर वहां पर उस पर्वत पर बैठ के प्रार्थना करके उस अमलेख के विरोध जो इजराइल को जिता पाया है, तो നമ്മുടെ പ്രാർത്ഥന കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. हमारे प्रार्थना के द्वारा ही बड़ा बड़ा काम हो सकता है. മോശ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അത്ഭുതം നടക്കുക. मूसा वहां प्रार्थना करने से वहां पे अद्भुत कार्य हो रहा है. എന്നാൽ മോശയുടെ ബലഹീനത മനസ്സിലാക്കിയപ്പോൾ, परंतु मूसा का जो है बलहीनता को जानकर, അവന്റെ ശരീരത്തിന്റെ ബലഹീനതയെ മനസ്സിലാക്കിയ
അഹരോനും ഹൂരും. उनका शरीर का जो है उस बलहीनता को जाना हुआ समझा हुआ आरोन और ऊर, ആ മോശയെ നീ ഇനി കുറച്ച് വിശ്രമിച്ചോ, ബാക്കി ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവർ ആ സ്ഥാനം ഏറ്റെടുക്കാനല്ല പോയത്. मूसा थोड़ा विश्राम कर, अभी वो जो है वो बात को ले लेंगे करके, वो काम करेंगे करके वो नहीं कहा, അല്ലെങ്കിൽ ആ ക്ഷീണിച്ചിരുന്ന മോശയെ മലമേൽ നിന്നും തള്ളി താഴെ ഇടുകയല്ല ചെയ്തത്. या फिर वो जो है बहुत जो थका हुआ मूसा को उस पर्वत से गिरा देना, ऐसा नहीं किया। ആ മോശയെ ആമയെ കുറച്ചുകൂടെ ബലമുള്ളവനാക്കി തീർത്തു. वो मूसा को थोड़ा और बल देने वाला हुआ, ആമേൻ. അവന് ഇരിക്കുവാനുള്ള ഇരിപ്പിടം ശരിയാക്കി കൊടുത്തു. उनको बैठने का जो है जगह उनको दिया, മാത്രമല്ല അവന്റെ ക്ഷീണിച്ച കരങ്ങളെ ഒന്ന് താങ്ങി കൊടുത്തു. और जो है सिर्फ वही नहीं, उनका जो थक गया हुआ जो हाथों था उनको भी उन्होंने संभाला। അത് പ്രാർത്ഥിക്കുന്ന കരങ്ങളെ താങ്ങുവാനുള്ള ആമേൻ ആ അഹരോന്റെയും ഹൂറിന്റെയും മനോഭാവം, जो है वो आरोन और जो है ऊने जो किया हुआ वो मन उनका, ആമേൻ, അവരുടെ രണ്ടുപേരുടെ മനസ്സ് ഒന്നായി ചേർന്നത് കൊണ്ട് അവിടെ മോശയ്ക്ക് ആമേൻ സഹായമായി തീർന്നു. उनका मन जो है एक हुआ बोल के वहां पर मूसा को वो सहायता हुई। എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? परंतु आज क्या हो रहा है? ആമേൻ, ഹൂരും അഹരോനും കൂടെ ചേർന്ന് മോശയ്ക്കാണ് അവിടെ സപ്പോർട്ട് കൊടുത്തത്. आरोन और ऊर मिलके जो है मूसा को सपोर्ट दे रहे हैं। എന്ന് പറഞ്ഞാൽ ആമേൻ, അവരുടെ മോശയ്ക്ക് ലഭിക്കുവാനുള്ള മഹത്വം അവർ ആഗ്രഹിച്ചില്ല. मतलब मूसा को मिलने का जो महिमा है वो उन्होंने आग्रह नहीं, इच्छा नहीं किया। അവർ ആമേൻ മോശയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത് കൊണ്ട് അവരെ അല്ല ആര് ഉയർത്തിയത്. वो मूसा को सपोर्ट होके रुका है, इसीलिए जो है ऐसा रुका है। ആമേൻ, ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥിക്കുന്നവരെ ആമയെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ആമയെ സപ്പോർട്ട് ചെയ്യുക. मैं बोलना ये है कि जो प्रार्थना करता है उनको प्रोत्साहन करना है और सपोर्ट करना है। മുൻപിൽ നിന്ന് ലീഡ് ചെയ്യുന്ന, മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പിന്നിലുള്ളവരുടെ പ്രാർത്ഥന സപ്പോർട്ട് ആവശ്യമാണ്. क्योंकि आगे जो रुक के प्रार्थना करता है उनको, आगे जो रुक के जो है अगुवाई करता है उनको, पीछे जो रुके हैं उनका प्रोत्साहन जरूरी है। ആമേ, പിന്നിൽ നിൽക്കുന്നവരെ അവരെ നിരുത്സാഹപ്പെടുത്തിയല്ല ചെയ്യേണ്ടത്, പിന്നെയോ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്യുക. तो उनको जो है प्रोत्साहन करना है और हिम्मत देना है। ഈ അഹരോനും ഹൂരും കൂടെ ആമേൻ മോശയ്ക്ക് പ്രോത്സാഹനം കൊടുത്തത് കൊണ്ട് तो ये आरोन और ऊर जो है मूसा को प्रोत्साहन दिया, इसीलिए ഇസ്രായേൽ ജനങ്ങൾക്ക് വലിയൊരു വിജയം നേടുവാൻ ഇടയായി തീർന്നു. इजराइल जन को जो है एक विजयता वे लोग प्राप्त कर पाए। എന്നാൽ അവർ അതിനെ ആമേ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ, परंतु अगर वे लोग उसके कोशिश नहीं करते हैं तो അവിടെ ഒരു വലിയ പരാജയം തന്നെ സംഭവിച്ചേനെ. वहां पे एक बड़ा हार ही हो सकता था। ആ പരാജയം സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അതിന് മുന്നിൽ നിന്നവരുടെ തലയിൽ വെച്ച് കെട്ടു. वो हार यहाँ पे होने के समय उनके आगे जो रुके जो है उनको वो प्रश्न होगा। ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. वही आज भी हो रहा है। വിജയം വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയും जो जीत आने के समय सभी लोग खुश होते समय, പരാജയം സംഭവിക്കുമ്പോൾ ചിലരെ മാത്രം കുറ്റപ്പെടുത്തും. हार होने के समय कुछ लोगों को सिर्फ जो है बोलेंगे। ആമേൻ, പ്രിയമുള്ളവരെ, വിജയവും പരാജയവും ഒരുപോലെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. प्रिय लोगों, जीत और हार सभी लोगों को होता है। എന്നാൽ ആമേൻ, നമ്മുടെ പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ മുൻനിരയിൽ നിൽക്കുന്ന മോശയ്ക്ക് ഒരു പ്രോത്സാഹനമായി തീരുക. परंतु हमारा काम क्या है? जैसे वो आगे जैसे वो मूसा रुका है, उनको एक प्रोत्साहन हमें करना है। യോശുവ യുദ്ധത്തിന് പോകുമ്പോൾ അവന്റെ സകല സൈന്യവും അവനോട് കൂടെയുണ്ട്. जब यहोशू युद्ध में जाने के समय पूरा उनका सेना उनके साथ है, പക്ഷെ അവന്റെ യുദ്ധം വിജയിക്കാൻ കാരണം മോശയുടെ പ്രാർത്ഥനയാണ്. परंतु उनका जो युद्ध जो है वो जीतने का कारण मूसा का प्रार्थना है। നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലാണ് ആമേൻ ഓരോരുത്തരെ നിലനിൽക്കുന്നത്. हम हर एक जन का प्रार्थना में जो है हर एक जन खड़े हैं। ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാർക്ക് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ इनमें बहुत लोग जो है परमेश्वर के वचन के विरोध जो है शत्रु खड़े रहने के समय ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് അവിടെ ആവശ്യം. परमेश्वर के लोगों का प्रार्थना वहाँ पे जरूरी है। ഓരോ ദിവസങ്ങളും ഓരോ വിഷയങ്ങളും നടക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. जो है हर एक विषय होने के समय उसके बारे में हम प्रार्थना करते, चर्चा करते हैं। എന്നാൽ ആ സംസാരിക്കുന്ന വിഷയത്തിന് വേണ്ടി എത്രത്തോളം ഭാരത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. परंतु प्रार्थना करने विषय में या फिर हम वो जो चर्चा कर रहे विषय में हम कितना बोझ से हम प्रार्थना करते हैं। നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. हम प्रार्थना करने से परमेश्वर का जो काम है वो प्रकट होगा.
നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു. हम प्रार्थना करते बोल के कई सारी बातें जो है हम नहीं करते प्रार्थना, इसलिए कई सारी बातें नहीं होती हैं। എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുക്കമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. परंतु हम प्रार्थना करने तैयार रहेंगे तो परमेश्वर का जो काम होगा। ആമേൻ. മോശ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വിജയവും, मूसा जब प्रार्थना करने से इस्राएल लोगों को विजय था, ആമേൻ, മോശയുടെ കരങ്ങൾ താഴുമ്പോൾ അവന്റെ പ്രാർത്ഥനാ ശബ്ദം കുറയുമ്പോൾ ആമേൻ അവർക്ക് പരാജയം സംഭവിക്കാൻ ഇടയായെങ്കിൽ, और मूसा का हाथ जब नीचे होने के समय जो प्रार्थना का शब्द कम होना और फिर उसकी वजह से मूसा जो है इस्राएल लोग हार जाना, ഇന്ന് നമ്മുടെ ദേശത്തിലും ആമേൻ ദൈവമക്കൾക്ക് വിരോധമായി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സമാപ്തി വരണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. वैसे ही हमारे भी जो समय में जो है इस समय में परमेश्वर के लोगों का प्रार्थना वो जरूरी है। കാരണം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. क्योंकि भजन किताब जो है लिखा है ये भी यही भी बोलता है कि जो है मैं परमेश्वर को पुकारूंगा, കാരണം യഹോവ ആമേൻ എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കും. कि परमेश्वर यहोवा जो है मेरा प्रार्थना सुन के मुझे उद्धार देगा। ഈ 55 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ പറയുന്ന ആമേൻ ഒരു ഒരു ശ്രേഷ്ഠമായ ഒരു വിഷയമുണ്ട്. ये 55 भजन किताब का 15 में बोलने वाला एक श्रेष्ठ बात ये है। 17 ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. उसका 17 आयत में से लिखा है कि सांझ को, भोर को, दोपहर को, तीनों पहर में दुहाई दूंगा और कराहते रहूंगा और वह मेरा शब्द सुन लेगा। അവൻ ഇവിടെ പറയുന്നത് ഞാൻ എന്റെ സങ്കടം ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച് കരയുമെന്ന്. वो बोलती है यहाँ पर कि मैं जो है मेरा दुख जो है परमेश्वर के सामने बताऊंगा। നമ്മുടെ സങ്കടം നമ്മൾ ആരോടാ പറയുന്നത്? हमारा जो दुख हम किसे बताते हैं? നമുക്ക് ഏറ്റവും വിശ്വസ്തരെന്ന് തോന്നുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടാ നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത്. हमारे जो एकदम विश्वस्त है करके हम सोचते हैं, एकदम साथ जो है वो दोस्त को जाके हम जो है हमारा दुख बताते हैं। എന്നാൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ദുഃഖം നിങ്ങൾ എല്ലാവരോടും പറയരുത്. पर तुम एक बात बताता हूँ कि तुम्हारा जो दुख है तुम हर किसी को नहीं बताना है। നിങ്ങളുടെ സന്തോഷം നിങ്ങൾ എല്ലാവരോടുമായി പങ്കുവെക്കരുത്. तुम्हारा जो खुशी है तुम हर किसी को जाके नहीं बताना है। നിങ്ങളുടെ വിജയം നിങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കരുത്. तुम्हारा जो विजेता है तुम हर किसी को जाके बताने की जरूरत नहीं है। നിങ്ങളുടെ പരാജയം നിങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കരുത്. तुम्हारा हार हर किसी को बताने की जरूरत नहीं है। നിങ്ങളുടെ സകല വിഷയവും പങ്കുവെക്കുവാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവാണ്. तुम्हारी सारी बातों को जो है बांटने का एक ही जन है, वो है यीशु मसीह। കാരണം നിങ്ങളുടെ സന്തോഷത്തിൽ എല്ലാവരും സന്തോഷിക്കില്ല. क्योंकि तुम्हारे खुशी में सब खुश नहीं होंगे। നിങ്ങളുടെ പരാജയത്തില് ആമേ നിങ്ങളോടൊപ്പം ആമേ സഹകരിക്കുവാൻ എല്ലാവരും വരത്തില്ല. तुम्हारे हार में सभी लोग तुम्हारा साथ देने के नहीं आएंगे। നിങ്ങളുടെ പരാജയം കണ്ട് സന്തോഷിക്കുന്നവരുണ്ടായിരിക്കും. तुम्हारा हार देख के जो खुश होने वाले लोग रहेंगे। നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുണ്ടായിരിക്കും. और तुम्हारा सब कुछ जो है ध्यान से सुन के फिर दूसरों को जाके बताने वाले लोग भी रहेंगे। ആമേ നിങ്ങളുടെ മുമ്പിൽ ദുഃഖം അഭിനയിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ചെന്ന് അത് പറഞ്ഞ് ചിരിക്കുന്നവരുണ്ടായിരിക്കും. तुम्हारे सामने दुखी होके नाटक करने के दूसरों को जाके वो बता भी सकते हैं। അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ആമേ എല്ലാവരുമായി പങ്കുവെക്കരുത്. इसीलिए तुम्हारा विषय जो है हर किसी के साथ जाके नहीं बांटिएगा। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിഷയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. तुम जब तुम्हारी बातें दूसरों से बांटने के समय थोड़ा ध्यान दीजिएगा। നിങ്ങളുടെ ഏറ്റവും ആമേൻ മിത്രമെന്ന് ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് ചിന്തിച്ച് പങ്കുവെക്കുന്ന വിഷയങ്ങൾ तुम्हारी जो है एकदम जो है साथी है, सबसे अच्छा जो है दोस्त है करके बोलने वाले लोग भी ആമേൻ ചില സമയങ്ങളിൽ അവർ പോലും നിങ്ങൾക്ക് വിരോധമായി വന്നെന്ന് വരാം. कुछ समय में वो भी आपके विरोध हो सकते हैं। അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ ഭാര്യയോട് പോലും പറയാതിരിക്കാൻ സൂക്ഷിക്കുക ചില കാര്യങ്ങളെന്ന്. इसलिए परमेश्वर का वचन कहता है कि अपने पत्नी से भी कुछ बातें बताने के लिए ध्यान दीजिएगा। അതെ, ഞാൻ ഇതിനു മുമ്പ് അതിന്റെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. तो इससे पहले मैंने जो इसका बारे में सबूत दिया है। ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. कुछ दिनों पहले हुआ एक बात है। ആമേൻ. ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ഒരു അനുഭവം തന്റെ ഭാര്യയുമായി പങ്കുവെച്ചു. एक व्यक्ति अपने जीवन का अनुभव जो है अपनी पत्नी को बताया। അത് പങ്കുവയ്ക്കാനുള്ള കാരണം ഇങ്ങനെയായിരുന്നു. और उसका कारण ये था बताने का, നല്ലൊരു ചാറ്റൽ മഴയുള്ള സമയത്താണ്. अच्छा एक जो बारिश के समय में है। ഈ മനുഷ്യൻ തന്റെ വീട്ടിന്റെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ആ മഴ കണ്ട് ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. तो ये व्यक्ति जो अपने घर के सामने बैठ के जो ये बारिश देख के वो हंस रहा था। താൻ ചിരിക്കുമ്പോൾ തന്റെ ഭാര്യ അടുക്ക വന്നിരുന്നു. उनका जो है वो ऐसा करने के समय जो है उनका जो पत्नी उनके बाजू में आके बैठे। എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ചിരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. क्यों तुम जो है इतना हंस रहे हो करके कारण क्या करके आके पूछा।
അദ്ദേഹം പറഞ്ഞ ഒരു വിഷയവുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിച്ചതാ. तो वो कहा कि नहीं, वो मैं ऐसे ही बैठ के हंस रहा था, कुछ बात नहीं है। ഭാര്യയ്ക്ക് മനസ്സിലായി അങ്ങനെയല്ല, എന്തോ ഒരു വിഷയമുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ചിരിക്കുന്നത്. पत्नी को पता चला कि कुछ तो बात है, इसीलिए वो ऐसे हंस रहे हैं। ആ ഭാര്യ നിർബന്ധപൂർവ്വം ചോദിക്കാൻ തുടങ്ങി. जो पत्नी ने जो एकदम जो है जबरदस्ती करके उनको पूछा। അവസാനം ആ ഭർത്താവ് പറഞ്ഞു, നീ ആരോടും പറയില്ല എങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. तो पति ने कहा कि आखिर में कहा कि तो अगर किसी को नहीं बताएगी तो मैं ये रहस्य तुम्हें बताता हूँ। ആ പലപ്പോഴും ഈ രഹസ്യം പറയുന്നത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാ പറയണേ. ये रहस्य ज्यादातर जब वो लोग बोलते हैं तो यही बोल के बोलते हैं कि तुम ये बात किसी को जाके मत बताना। എന്നാൽ ഈ പറയുന്ന വ്യക്തിക്ക് അറിയില്ല, അപ്പൊ ഈ പുള്ളി മൈക്ക് വെച്ചാ പറയുന്നത്. परंतु ये बोलने वाले व्यक्ति को नहीं पता कि जिसको बता रहा है वो माइक लेके बैठा है करके। ഞാൻ പറയട്ടെ, ഒരു രഹസ്യമാണെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? मुझे ये बात बताइए, अगर रहस्य है तो फिर दूसरों को बताने की जरूरत है क्या? ആ രഹസ്യമാണെങ്കിൽ അത് സൂക്ഷിക്കേണ്ട വ്യക്തി സൂക്ഷിക്കാതെ മറ്റുള്ളവരോട് പറയുക. वो रहस्य है तो वो जो है, जो ध्यान देना व्यक्ति ध्यान नहीं दिए बिना दूसरे को बताते हैं। മറ്റൊരു വ്യക്തിയോട് പറയുന്നത് നീ ആരോടും പറയരുതെന്നാ. दूसरे व्यक्ति को बताते हैं कि तुम किसी को मत बोलना करके। അപ്പൊ ഈ വ്യക്തിയും ചെന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും, നീ ആരോടും പറയരുത്. ये व्यक्ति जाके भी यही बोलते रहेगा, तुम किसी को मत बताना। ഈ മനുഷ്യൻ തന്റെ ഭാര്യയോട് തന്റെ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. ये जो व्यक्ति है अपने पत्नी को जाके सब कुछ जाके बताया। ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. कुछ साल पहले, बहुत साल पहले हुआ एक बात है। ആമേൻ. അത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു. वो उनके जीवन में हुआ हुआ सबसे बड़ा एक बात है। തന്റെ ഒരു കൂട്ടുകാരനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായി. उनके जो दोस्त के साथ कुछ प्रश्न हुआ। അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായി. അദ്ദേഹത്തിന് അടിച്ചത് അത് വളരെ അടിക്കാൻ പാടില്ലാത്ത സ്ഥലത്തായിരുന്നു അടിച്ചത്. तो वे थोड़ा झगड़ा हो गया और उसके बाद जो है मारपीट हो गया और नहीं माना चाहिए वो जगह मारे। അദ്ദേഹം വീണു മരിക്കുവാനിടയായി. और वो जो है वो गिर के मर गए। മരിച്ചത് ആമേൻ ആരും അറിയാതിരിക്കാൻ ആ മനുഷ്യൻ അതിനെ ആ ശവത്തെ എടുത്ത് കുഴിച്ചു മൂടി. जो है वो मर गया, नहीं कोई नहीं जानने के लिए वो जो है शव को लेके वो जो गाड़ दिया। ആ കേസ് ആമേൻ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു തെളിവുമില്ലാതെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയി. परंतु वो जो केस है कोई भी जो है, क्योंकि कोई सबूत नहीं था बोल के वो पकड़ा नहीं गया। ആമേൻ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. उनको क्या हुआ किसी को नहीं पता। ഈ മനുഷ്യനും ആമേൻ അത് മറച്ചു വെച്ചു, ആരോടും അത് അറിയിച്ചില്ല. ये मनुष्य भी जो है वो छुपा के रखा, किसी को नहीं बताया। ഇതുപോലെ മഴയുള്ള ഒരു സമയത്തായിരുന്നു അത് സംഭവിച്ചത്. ऐसे बारिश के एक दिन में वो हुआ था। ഇന്ന് ആ മഴ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ പഴയ കാര്യം ഓർമ്മ വന്നു. वो बारिश आज होने की से उनको पहले की बात याद आई। അദ്ദേഹം ചിന്തിച്ചു, ഇത്ര വർഷമായിട്ടും അത് ആരും അറിഞ്ഞിട്ടില്ല. उन्होंने सोचा कि इतना दिन हो गया तो कोई भी नहीं पता, किसी को भी नहीं पता चला। അതുകൊണ്ട് ഞാൻ ഇന്ന് സന്തോഷമായി ജീവിക്കുക. इसीलिए मैं जो है खुशी से आज रहूंगा, ഇല്ലെങ്കിൽ ഞാനിപ്പോ ജയിലടിക്കുള്ളിലായേനെ. नहीं तो मैं आज जेल में हो जाता था। ഈ കാര്യങ്ങൾ ഓർത്താണ് താൻ ചിരിച്ചത്. तो ये बातों को सोच के जो है वो हंसने लगा। ഇത് ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യയും അവിടെ സന്തോഷിക്കാനിടയായി. तो वो जो है पत्नी को बात बताने से पत्नी भी वहां पे खुश हो गई। എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? तो पता है क्या हुआ? ഈ ഭാര്യയ്ക്ക് ഈ രഹസ്യം സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ये पत्नी जो वो रहस्य रख नहीं पाई। താനെ പൈപ്പിന്റെ മുട്ടിൽ വെള്ളം പിടിക്കാൻ പോയപ്പോ അവിടെ വന്ന ചില സഹോദരിമാരോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു. वो जब पानी भरने के लिए पाइप के यहाँ पे जाने के समय ये बातें उसने वहां पे जो खड़े थे उनको जाके बताया। ഈ സഹോദരി ഇച്ചിരി അഹങ്കാരത്തോടെ കൂടെ പറഞ്ഞത്. और ये जो बहन है थोड़ा जो अहंकार से बताया। എന്റെ ഭർത്താവ് ചെയ്ത ക്രൂരകൃത്യം അത് ഒറ്റ മനുഷ്യന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. तो वो ऐसे बताया कि जो मेरे पति ने ये जो काम किया है कोई भी नहीं पता लगा पाया। അപ്പോ എന്റെ ഭർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മിടുക്കനാണെന്നുള്ള വീരവാദമാ മുഴക്കിയത്. तो हाँ, मेरा पति जो है ये सब किया है करके वो एकदम जो है ऐसे बोल दी। പക്ഷേ സംഭവിച്ചെന്നറിയാമോ? അല്പസമയം കഴിയുമ്പോൾ പോലീസ് വീട്ടിലേക്ക് വന്നു. परंतु पता है क्या हुआ? कुछ समय होने के बाद जो है पुलिस के घर आ गया। അനേക വർഷങ്ങളായി മൂടിക്കിടന്ന കേസ് സ്വന്തം വായിൽ നിന്നും ആമേൻ അദ്ദേഹത്തിന്റെ തെളിവ് സഹിതം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. और वो देखते हैं कि कुछ दिनों बाद जो है वो सबूत के साथ उस व्यक्ति को जो है पुलिस ने पकड़ा। അതാ പറഞ്ഞത് ആമേൻ പ്രൈസറോട് രഹസ്യമായിരിക്കേണ്ടത് പരസ്യമാക്കരുത്. वही मैंने कहा, रहस्य रहस्य जो रहना है जो है सबको नहीं बताना। നമ്മുടെ വിജയ പരാജയങ്ങൾ എല്ലാവരും സന്തോഷിക്കത്തില്ല. तो हमारा जो जीत है वो और हार हो सभी लोग को नहीं अच्छा लगेगा। നമ്മുടെ സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. तो वो जो है हमारा जो खुशी है सभी लोगों को बांटने की जरूरत नहीं है।
അതുകൊണ്ട് ആമേൻ പങ്കുവെക്കുവാനുള്ള കാര്യങ്ങൾ മാത്രമേ പങ്കുവെക്കാൻ കഴിയൂ മനുഷ്യരോട്. इसीलिए जो बांटना चाहिए वही बातें बांट सकते हैं मनुष्य से। എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. इसलिए दावीद कहता है कि मैं परमेश्वर के चरणों में अपना जो है जो दुखों को बोलूंगा करके। നിങ്ങളുടെ സങ്കടങ്ങളും ആമേൻ നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം ഒരുപോലെ പങ്കുവെക്കുവാൻ ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. तुम्हारा जो है जो दुख हो या सुख हो उसके बांटने के लिए एक ही जन है, वो है यीशु मसीह। നിങ്ങളുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുവാനും നിങ്ങളുടെ ദുഃഖത്തിൽ കൂടെ കരയുവാനും ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. हमारे जो है दुख के साथ दुख होना और खुशी के साथ खुशी होना बस एक ही व्यक्ति है, और यीशु मसीह है। ആമേൻ മനുഷ്യരെ പോലെ ആമേൻ ഒരു വശത്ത് കേട്ട് മറുവശത്ത് കൊണ്ട് കൊടുക്കുന്ന വ്യക്തികളല്ല യേശു. वो मनुष्य के जैसा एक जगह सुन के दूसरे जगह को देना वैसा व्यक्ति नहीं है हमारा यीशु। യേശു നിങ്ങളുടെ സങ്കടം കാണുമ്പോൾ കൂടെ കരയും. यीशु जो है तुम्हारा जो दुख सुनने के समय उसके साथ रोएंगे। അത് മനസ്സിലാക്കിയ ദാവീദ് പറയുന്നു, ഞാൻ വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിൽ കരയും. वो समझा हुआ दावीद इसलिए कहता है कि मैं अपना दुख को बताकर जो परमेश्वर के चरणों में रहूंगा। അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. वो जो है मेरी प्रार्थना सुनता है। അവൻ എനിക്ക് ഉത്തരം നൽകും. वो जो है मुझे उत्तर देता है। ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സങ്കടങ്ങൾ പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ കാര്യങ്ങളെ ബോധിപ്പിക്കുവാൻ ദൈവസന്നിധി മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. आज सुबह के समय हमारी जो दुख बताने के लिए और जो हमारे दुख को जो है समझने के लिए वो यीशु मसीह है प्रिय लोगों। ആമേൻ. അതുകൊണ്ടാണ് ആമേ ഇവിടെ ഭക്തൻ പറയുന്നത്, ആമേൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. इसलिए भक्ति यहाँ पे कहता है कि परमेश्वर से प्रार्थना करूंगा। ആമേൻ. ദൈവസന്നിധിയിൽ ഞാൻ എന്റെ ആവശ്യങ്ങളെ പറയും. परमेश्वर के चरणों में मैं अपने जो है जरूरतों को बताऊंगा। ആമേൻ. നമ്മുടെ പ്രാർത്ഥന ആമേൻ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. हमारी प्रार्थना में जो है हम बदलाव ला सकते हैं। ആമേൻ. നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. वो हमारे जीवन को बदल सकता है। ആമേൻ. നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കുവാൻ കഴിയും. हमारे जो है परिवार को बदल सकता है। നമ്മുടെ സഭയെ ആമേൻ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. हमारे कलीसिया को रूपांतर कर सकता है। നമ്മുടെ ദേശത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. हम हमारे देश में रूपांतर कर सकता है। ആമേൻ. ഈ മുഴുവൻ ലോകത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. वो पूरी दुनिया को जो है वो नियंत्रण में ला सकता है। ആമേൻ. യോശുവയോട് ചോദിച്ച് യോശുവ പറയും, ആമേൻ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് സകലവും സാധിക്കും. यहोशू को मुझे यहोशू बताएगा कि प्रार्थना की शक्ति के द्वारा ही सब कुछ हो सकता है। പ്രാർത്ഥിക്കുന്ന വ്യക്തി കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും. वो प्रार्थना करने वाले व्यक्ति की द्वारा ये सब हो सकता है। അതുകൊണ്ടാണ് പറഞ്ഞത് ആമേൻ പ്രാർത്ഥന സകലത്തെയും മാറ്റുമെന്ന്. इसीलिए कहा है कि प्रार्थना सब कुछ बदलता है। യേശു പത്രോസിനോട് പറഞ്ഞു, പ്രാർത്ഥന എന്ന ആമേൻ താക്കോൽ കൊണ്ട് സകലത്തെയും തുറക്കുവാനും അടയ്ക്കുവാനും കഴിയും. यीशु जो है इसलिए पत्र से कहा जो प्रार्थना है वो चाबी है जो खोल सकता है, बंद कर सकता है। പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോഴാണ് ആമേൻ ശത്രു പ്രവർത്തിക്കുന്നത്. तो हमें जो है कई बार ये प्रार्थना कम होने के समय जो है शत्रु विरोध होता है। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥന ശക്തിയെ നമുക്ക് കൂട്ടാം. इसलिए इन दिनों में जो प्रार्थना शक्ति जो हमें बढ़ाना है। ഏലിയോ പ്രാർത്ഥിച്ചു മഴയെ നിർത്തി. एलिया प्रार्थना करके बारिश को रुकाया। യോശുവ ആമേൻ പ്രാർത്ഥിച്ച് സൂര്യനെയും ചന്ദ്രനെയും നിർത്തി. यहोशू प्रार्थना करके सूर्य और चांद को रुकाया। ആമേൻ. നമ്മുടെ പ്രാർത്ഥനയും പലതിനെയും നിർത്തുവാനും പലതിനെയും ആമേൻ പ്രവർത്തിക്കുവാനും സാധിക്കും. हमारी प्रार्थना कई बातों को जो है बढ़ा भी सकती, कई बातों को घटा भी सकती है। ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, जो है आज सुबह मुझे सुनने वाले प्रिय लोगों, നാം പ്രാർത്ഥിക്കാൻ ഒരുക്കമാകുമ്പോൾ हम जब प्रार्थना करने तैयार है तो ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. परमेश्वर काम करने लगेंगे। ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. परमेश्वर का काम करना है तो हमारी प्रार्थना जरूरी है। അതെ, നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. हम प्रार्थना करने से परमेश्वर कार्य करेंगे। ഇന്ന് പകൽക്കാലം നമുക്ക് ആരംഭിക്കാമോ? क्या हम इन दिनों में ये कर सकते हैं? ഇവിടെ ദാവീദ് പറയുന്നത്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. यहाँ पे दावीद कहता है कि मैं परमेश्वर को पुकारूंगा യഹോവ എന്നെ രക്ഷിക്കും. और परमेश्वर हम जो है वो उद्धार देंगे। എന്ത് ഉറപ്പോടെ പറയുന്നു നോക്കിയേ. सोचो कितना जो है एकदम निश्चय से वो बोल रहे हैं। അവൻ അത്രത്തോളം ഉറപ്പുണ്ട്. उनको उतना जो है निश्चय है। എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. और जो है परमेश्वर मेरी प्रार्थना सुनेंगे। കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥന കേട്ട ദൈവം, और पिछले दिनों में जो है प्रार्थना सुना हुआ परमेश्वर, എനിക്ക് മറുപടി നൽകിയ ദൈവം मुझे जवाब दिया हुआ परमेश्वर ഇന്ന് പകൽക്കാലം എന്റെ പ്രാർത്ഥന കേൾക്കും. जो है इस सुबह के समय मेरी प्रार्थना सुनेंगे। എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? कितने लोगों को वो निश्चय है? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. तो आइए दिनों में जो है अभी हमारे आंखों को हम बंद करें, ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. हम परमेश्वर से बातें करें।
ഇതുവരെയും ദൈവത്തോട് പറയാത്തതായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ദൈവത്തോട് പറയാം. अभी तक जो परमेश्वर से जो है नहीं बोला बातें हैं विषय तो हम परमेश्वर से कहेंगे. നമ്മൾ എത്രയോ കാര്യങ്ങൾ പലരോടും പറഞ്ഞു. कितने बातें हम जो है बहुत लोग कहते हैं. അതിൽ എത്ര കാര്യങ്ങൾ അവർ നടത്തി തന്നെ. उनमें से कितने हैं जो वो लोग करके देते हैं. ചില കാര്യങ്ങൾ നടത്തുവാൻ കഴിവുണ്ടെങ്കിലും നമ്മൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ മാറിപ്പോകും. कुछ बातें वो दे सकते हैं परंतु फिर भी जो आवश्यक होने के समय नहीं वो चले जाते हैं. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടു മാറിപ്പോകുന്ന ദൈവമല്ല. परंतु परमेश्वर जो है हमारे आवश्यक को देखकर ऐसी जाने वाले व्यक्ति नहीं है. നമ്മുടെ ആവശ്യങ്ങൾക്ക് മേലായി നമ്മോട് നമുക്ക് നൽകി തരുന്ന ദൈവം. हमारे जो आवश्यक को जो है समझने वाला परमेश्वर. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുന്ന ദൈവം. जो है पूछने से भी जो है ज्यादा हमें देने वाला परमेश्वर. നമ്മൾ പാടാറുണ്ട് ചോദിക്കാത്ത കാര്യങ്ങളും ദൈവം നൽകി തന്നു എന്ന്. हम गीत गाते कि नहीं पूछा बात भी हमें मिलता है करके. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണോ? परंतु क्या आज हम प्रार्थना करने तैयार है? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലതിനെ നിയന്ത്രിക്കാൻ പറ്റും. हम प्रार्थना करें तो कई चीजों को नियंत्रण में ला सकते हैं. പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. कई बातें हम कंट्रोल कर सकते हैं. അത് നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നതാ. ये हमारे हाथ में परमेश्वर दिया हुआ है. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്. परमेश्वर हमें दिया हुआ एक अधिकार है. ആ അധികാരവും കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുവാനല്ല പറയുന്നത്. तो ये अधिकार जो है हमें दिया है इसे हाथ में रखने के लिए कहा है. ഈ ദിവസങ്ങളിൽ ആ അധികാരം നമുക്ക് ഉപയോഗിക്കാം. इन दिनों में हमें उस जो है अधिकार का उपयोग करना है. ശത്രു പറയും നിനക്കത് കഴിയത്തില്ല എന്ന്. शत्रु कह सकते हैं कि तुम्हें नहीं होगा तुमसे. നിന്നെ കൊണ്ടത് പറ്റത്തില്ലെന്ന് പറയും. तुमसे नहीं होगा कर कहेगा. നിന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് അത് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. जो है तुम्हारे जीवन में जो है कमी घटिया है तो तुम नहीं कर पाए करके. ഇന്ന് വൈകാലം ദൈവസേനയിൽ ഒന്ന് ഏറ്റു പറയാമോ? क्या तुम परमेश्वर के चरणों में ये बोल सकते हो क्या? ആ കുറവുകളെല്ലാം പരിഹരിച്ച് വീണ്ടും ആ ശക്തിയിൽ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. तो जो है परमेश्वर के हाथों में देखिए वो शक्ति में करना है. നഷ്ടപ്പെട്ടത് മടക്കി നൽകുവാൻ ദൈവത്തിന് കഴിയും. नष्ट हुए बातों को परमेश्वर में वापस दे सकते हैं. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. तो आइए हम प्रार्थना करते हैं. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം സംഭവിക്കട്ടെ. तो हमारे जीवन में एक नया बदलाव हम करें. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ. एक जो है परमेश्वर काम प्रकट होने के लिए ഇന്ന് പകൽക്കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. हम जो समर्पण करके प्रार्थना करते हैं. സ്വർഗസ്ഥ പിതാവാ ഞങ്ങളുടെ നല്ല ദൈവമേ, हे हमारे स्वर्गीय पिता परमेश्वर अच्छा परमेश्वर, ഈ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. इस सुबह के समय के लिए हम धन्यवाद देते हैं. ഈ വർഷത്തിന്റെ അവസാന മാസത്തിൽ ये साल के आखिरी दिन में ആദ്യ ദിവസം തന്നെ ദൈവസേനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. जो है हमें परमेश्वर के इस महीने के जो है पहले दिन में परमेश्वर के चरणों में आने के लिए सहायता किया है. ആമേൻ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. जो आज सुबह के समय हमें अपने हाथों में हम देते हैं. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ജീവിതം ആരംഭിപ്പാൻ हमारी जिंदगी एक प्रार्थना जिंदगी शुरुआत करने के लिए പിന്നെയും ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. हमें जो है आपके हाथों में समर्पण करते हैं. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും जो है कई बार जो है हम जो है बातें को लेते हैं तो भी ആമേൻ, എന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. परंतु पूर्ति करे बिना जो है हमारे जीवन से वो हट जाता है. ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. तो आपके हाथों में हम समर्पण करते हैं. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചത്, हमारे जिंदगी में जो अभी तक हुआ बातें ഇനി സംഭവിക്കാനുള്ളത് और अभी जो होने वाली बातें അത് അങ്ങയുടെ ഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. वो आपका जो है इच्छा है करके हम विश्वास करते हैं. ആമേൻ. ഇന്ന് പകൽക്കാലം എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. और सुबह के समय सभी लोग आपके हाथों में समर्पण करके प्रार्थना करते हैं. ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ നാളുകളിൽ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, हमारी जिंदगी को जो है रूपांतर होने के लिए ഞങ്ങളുടെ ചുറ്റും നടക്കുന്ന വിഷയങ്ങളെ ഈ നാളുകളിൽ കണ്ടുണർന്ന് हमारे आजू-बाजू जो होता है उस बातों को जो है देखकर ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. हमें अपने आप को जो तैयार करने के लिए परमेश्वर के हाथों में समर्पण करते हैं. ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. आज सुबह सभी लोग को अनुग्रह की प्रार्थना करते हैं. ഒരു യോശുവയെ പോലെ മോശയെ പോലെ മുന്നേറുവാൻ തക്കവണ്ണം एक यहोशू के समान मूसा के समान जो है आगे बढ़ने के लिए ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തിയാട്ടെ. हर एक जन को बल दीजिएगा. ഇത്രത്തോളം മാനിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. अभी तक जो है सम्मान किया और अनुग्रह के धन्यवाद देते हैं. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुने धन्यवाद देते प्रभु यीशु मसीह के नाम से हम मांगते हैं. ആമേൻ. आमीन.